ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എന്ന ഭാഗമാണ്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എയ്ഡ്സ് ടു ട്രേഡ് എന്നുള്ള പോർഷനാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എയ്ഡ്സ് ടു ട്രേഡ്. ആക്ടിവിറ്റീസ് വിച്ച് ഫെസിലിറ്റേറ്റ് ദ ട്രേഡ് ആർ കോൾഡ് എയ്ഡ്സ് ടു ട്രേഡ്. ട്രേഡിനെ സഹായിക്കുന്ന ആക്ടിവിറ്റീസിനെയെല്ലാം നമ്മൾ എയ്ഡ്സ് ടു ട്രേഡ് എന്നാണ് പറയുന്നത്. ഡസ് ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് വിച്ച് എലിമിനേറ്റ് ദ ഹിൻഡ്രൻസസ് ആൻഡ് ഫെസിലിറ്റേറ്റ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമേഴ്സ് കം അണ്ടർ എയ്ഡ്സ് ടു ട്രേഡ്. അതായത് ഹിൻഡ്രൻസസിനെ എലിമിനേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സിൽ നിന്നും കൺസ്യൂമേഴ്സിലേക്ക് സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് സഹായിക്കുന്ന എല്ലാ ഹ്യൂമൻ ആക്ടിവിറ്റീസും എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടും. ദേ ആർ ഓൾസോ കോൾഡ് ഓക്സിലറീസ് ടു ട്രേഡ്. അതുകൊണ്ട് തന്നെ അവയെ നമുക്ക് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് വിളിക്കാം. The whole range of activities coming under aids to trade may be classified into 5 categories. അതായത് ഈ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന ആക്ടിവിറ്റീസിനെ നമുക്ക് 5ആയിട്ട് കാറ്റഗറി ചെയ്യാം. ആദ്യത്തേത് ട്രാൻസ്പോർട്ടേഷൻ, രണ്ടാമത്തേത് വെയർ ഹൗസിംഗ്, മൂന്നാമത്തേത് ഇൻഷുറൻസ്, നാലാമത്തേത് അഡ്വർടൈസിംഗ്, അഞ്ചാമത്തേത് ബാങ്ക്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേത് ട്രാൻസ്പോർട്ടേഷൻ. ജനറലി ഓൾ ദ ഗുഡ്സ് ആർ നോട്ട് കൺസ്യൂമഡ് അറ്റ് ദ സെയിം പ്ലേസ് വെയർ ദേ ആർ പ്രൊഡ്യൂസ്ഡ്. അല്ലേ, ഇപ്പോൾ നമ്മൾ എന്ത് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താലും ചെയ്യുന്ന ആ സ്ഥലത്ത് വെച്ചല്ലല്ലോ കൺസംഷൻ നടക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ നടത്തുകയെന്ന് വെച്ചു, അവിടെ നമ്മൾ കുറേ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു. അവിടെ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ സെയിൽ നടക്കുമോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള സ്ഥലം എവിടെയാണോ അവിടേക്ക് നമ്മൾ ആ ഗുഡ്സിനെ എത്തിക്കും, അല്ലേ, ട്രാൻസ്പോർട്ട് നടത്തും. അതാണ് ഇവിടെ പറയുന്നത്. Therefore, goods are to be moved from the place of production to the place where they are demanded. പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്ത് നിന്നും കൺസ്യൂമേഴ്സിന് അവർ ഡിമാൻഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഗുഡ്സ് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ടേഷനിൽ പറയുന്നത്. ദ ആക്ടിവിറ്റി വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് സച്ച് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഈസ് കോൾഡ് ട്രാൻസ്പോർട്ടേഷൻ. പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്ത് നിന്നും കൺസ്യൂമേഴ്സിൻ്റെ സ്ഥലത്തേക്ക് എത്തിക്കുന്ന ആ ഒരു ആക്ടിവിറ്റീനെ പറയുന്ന പേരാണ് ട്രാൻസ്പോർട്ടേഷൻ. ദസ് ട്രാൻസ്പോർട്ടേഷൻ എലിമിനേറ്റ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് ആൻഡ് ക്രിയേറ്റ്സ് പ്ലേസ് ഓഫ് യൂട്ടിലിറ്റി ടു ഗുഡ്സ്. അപ്പം ട്രാൻസ്പോർട്ടേഷൻ എന്താണ് എലിമിനേറ്റ് ചെയ്യുന്നത്? പ്ലേസ് എന്ന് പറയുന്ന ഹിൻഡ്രൻസ്, പ്ലേസ് എന്ന് പറയുന്ന സ്ഥലത്തിന് ആ ഒരു തടസ്സമാണ് ട്രാൻസ്പോർട്ടേഷൻ എലിമിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? പ്ലേസ് എന്ന് പറയുന്ന ഒരു യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ ക്യാൻ ബി ഓഫ് 3 ടൈപ്സ്. ട്രാൻസ്പോർട്ടേഷൻ 3 രീതിയിലുണ്ട്. ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, എയർ ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. ലാൻഡിൽ കൂടിയുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പം നമ്മുടെ ഈ റോഡ് വഴിയുള്ള ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ ട്രെയിനൊക്കെ ഇല്ലേ, അതാണ് ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഹെഡിൽ വരുന്നത്. രണ്ടാമത്തേത് എയർ ട്രാൻസ്പോർട്ടേഷൻ. അതെന്ന് പറയുന്നത് പ്ലെയിൻ വഴി ഗുഡ്സ് കൊണ്ടുപോകുന്നത്. അടുത്തത് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, ജലമുഖേന സാധനങ്ങൾ കൊണ്ടുപോകുന്ന ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. അതിൻ്റെ എക്സാമ്പിളാണ് ബോട്ടും ഷിപ്പും ഒക്കെ. അടുത്ത എയ്ഡ്സ് ടു ട്രേഡാണ് വെയർ ഹൗസിംഗ്. ഗുഡ്സ് മേ നോട്ട് ബി കൺസ്യൂമഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്രൊഡക്ഷൻ. നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് കൺസ്യൂം ചെയ്യത്തില്ല, അല്ലേ. നോർമലി there will be time gap between production and consumption. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷനും കൺസംഷനും തമ്മിൽ നല്ല ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ദിസ് ഈസ് ദ ഹിൻഡ്രൻസ് ഓഫ് ടൈം. ഇപ്പോൾ ഇവിടെ വരുന്ന തടസ്സം എന്താണ്? ടൈം, സമയം എന്നുള്ളതാണ് ഇവിടെ വരുന്ന തടസ്സം. Therefore, goods once produced should be preserved properly till they are consumed. നമ്മൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺസ്യൂം ചെയ്യുന്നിടം വരെയും ആ ഗുഡ്സ് നല്ല രീതിയിൽ പ്രിസർവ് ചെയ്ത് വെക്കണം. Particularly, perishable goods like milk, meat, vegetables, flowers, etc. should be preserved very carefully. Perishable goods എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനങ്ങളുണ്ടല്ലോ, അതായത് പാല്, മീറ്റ്, വെജിറ്റബിൾസ്, പച്ചക്കറി, ചെടികൾ, അവയൊക്കെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ അവയൊക്കെ പ്രിസർവ് ചെയ്യുമ്പോഴത്തേനും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം.
അതർവൈസ് ദേ ഗെറ്റ് സ്പോയിൽഡ് ആൻഡ് ബിക്കം യൂസ്ലെസ്. അത് ശരിയായ രീതിയിൽ പ്രിസർവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവ പെട്ടെന്ന് നശിച്ചു പോവുകയും നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാത്ത വിധമായി പോവുകയും ചെയ്യും. ഫോർ ദിസ് റീസൺ വെയർഹൗസിംഗ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് യെറ്റ് അനദർ ട്രേഡ് ടു ട്രേഡ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയും വെയർഹൗസിങ്ങിനെ എയ്ഡ്സ് ടു ട്രേഡ് ലാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. Warehousing refers to preservation of goods to make them available as and when they needed by consumers. വെയർഹൗസ് എന്താ ചെയ്യുന്നത്? അതായത് ഗുഡ്സിനെ സ്റ്റോർ ചെയ്യുകയാണ്, സേഫായിട്ട് പ്രിസർവ് ചെയ്യുകയാണ്. അത് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ തൊട്ട് ഇപ്പോൾ കൺസ്യൂമേഴ്സിന് എപ്പോഴാണോ ആവശ്യം, എപ്പോഴാണോ അവർക്ക് അവൈലബിൾ ആയിട്ട് വേണ്ടത്, ആ സമയം വരെയും ഗുഡ്സിനെ സേഫായിട്ട് പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഡ്യൂട്ടിയാണ് വെയർഹൗസ് ചെയ്യുന്നത്. Warehousing eliminates the hindrance of time and provides time utility to goods. വെയർഹൗസിംഗ് എന്ത് ഹിൻഡ്രൻസ് ആണ് ചെയ്യുന്നത്, എന്ത് തടസ്സമാണ് ഒഴിവാക്കുന്നത്? സമയം എന്ന് പറയുന്ന ഒരു തടസ്സത്തിനെയാണ് വെയർഹൗസിംഗ് എലിമിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഗുഡ്സിന് ഒരു ടൈം യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയർഹൗസിംഗ് ശ്രമിക്കുന്നു. അടുത്ത എയ്ഡ്സ് ടു ട്രേഡ് ആണ് ഇൻഷുറൻസ്. ദ ഗുഡ്സ് മേ ബി ഡിസ്ട്രോയിഡ് വൈൽ ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് ഓർ ഇൻ ട്രാൻസിറ്റ് ഡ്യൂ ടു ആക്സിഡൻറ്റ്സ് ഓർ ഇൻ സ്റ്റോറേജ് ഡ്യൂ ടു ഫയർ ഓർ ഡെഫ്റ്റ് എക്സെട്ര. അതായത് നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ, അവ വേണമെങ്കിൽ നശിച്ചു പോകാം. ഏതൊക്കെ സാഹചര്യങ്ങളിൽ അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത്? ഒന്നെങ്കിൽ നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്ന സമയത്ത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നടക്കാം, അല്ലെങ്കിൽ ഓർ ഇൻ ട്രാൻസിറ്റ് ഡ്യൂ ടു ആക്സിഡൻറ്റ്. ഇപ്പോൾ നമ്മൾ ഈ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്ത് നിന്ന് കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന സമയത്ത് വണ്ടി വല്ലതും മറിഞ്ഞ് ആക്സിഡൻറ്റൊക്കെ സംഭവിക്കുമ്പോഴത്തേനും ഗുഡ്സിന് കേടുപാടുകളും നാശങ്ങളൊക്കെ സംഭവിക്കാം. അല്ലെങ്കിൽ തന്നെ ഓർ ഇൻ സ്റ്റോറേജ് ഡ്യൂ ടു ഫയർ ഓർ ദെഫ്റ്റ് എക്സെട്ര. നമ്മൾ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് കള്ളന്മാർ വല്ലതും അടിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ തീ പിടിക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം നശിച്ചു പോകും, അല്ലേ? ദ ബിസിനസ് മാൻ വുഡ് ലൈക്ക് ടു കവർ ദിസ് റിസ്ക്. അതുകൊണ്ട് തന്നെ ബിസിനസ് മാന് ഈ റിസ്ക്കുകളൊക്കെ കവർ ചെയ്യാൻ കുറച്ച് താല്പര്യം കൂടുതലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇത്രയും സാധനങ്ങൾ കഷ്ടപ്പെട്ട് നമ്മൾ പൈസയൊക്കെ മുടക്കിയിട്ട് ഈ ഓരോ സ്റ്റേജിൽ വല്ല നാശനഷ്ടങ്ങൾ വല്ല സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവർക്കത് വലിയൊരു ലോസാണ് ബിസിനസ്സിന്, അല്ലേ? അതുകൊണ്ട് തന്നെ അവർ ഈ റിസ്ക്കൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനീസ് കം ടു ദെയർ റെസ്ക്യൂ ഇൻ ദിസ് റിഗാർഡ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ ഈ സാഹചര്യത്തിൽ ബിസിനസ്സുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരും. ദേ അണ്ടർടേക്ക് ടു കോമ്പൻസേറ്റ് ദ ലോസ് അഫോർഡ് ഡ്യൂ ടു സച്ച് റിസ്ക്. ഇങ്ങനത്തെ റിസ്കിൽ ഗുഡ്സിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴത്തേനും അവർ ഈ ലോസ് കോമ്പൻസേറ്റ് ചെയ്യും, ഒരു എമൗണ്ട് ഈ ബിസിനസ്സുകാർക്ക് കൊടുക്കും. ഫോർ ദിസ് പർപ്പസ് ദ ബിസിനസ് ഹാസ് ടു ടേക്ക് ആൻ ഇൻഷുറൻസ് പോളിസി ആൻഡ് പേ എ സർട്ടൺ എമൗണ്ട് റെഗുലർലി കോൾഡ് പ്രീമിയം. അതുകൊണ്ട് അവർക്ക് ഈ ഒരു റിസ്ക് വരുമ്പോഴത്തേനും എമൗണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇൻഷുറൻസിലേക്ക് മാറും. അന്നേരപ്പോഴത്തേനും ബിസിനസ് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കണം. അപ്പം ഓരോ മാസവും അല്ലെങ്കിൽ റെഗുലറായിട്ട് എപ്പോഴാണോ അതിൻ്റെ ടൈം, അതുപോലെ അവർ റെഗുലറായിട്ട് ഒരു എമൗണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. ആ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പ്രീമിയം. ദസ് ഇൻഷുറൻസ് എലിമിനേറ്റ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്. അപ്പം ഇൻഷുറൻസ് എന്ത് തടസ്സമാണ് നീക്കുന്നത്? റിസ്ക് എന്ന് പറയുന്ന ഒരു തടസ്സം ഇൻഷുറൻസ് നീക്കുന്നുണ്ട്. അടുത്ത എയിംസ് ടു ട്രേഡ് ആണ് അഡ്വർടൈസിങ്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഈസ് പോസിബിൾ ഓൺലി വെൻ ദ കൺസ്യൂമേഴ്സ് ഹാവ് ദ നോളജ് അബൌട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് എ പ്രൊഡക്റ്റ്. ഇപ്പം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരല്ല, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതിനെ പറ്റി കൺസ്യൂമേഴ്സിന് ഒരു നോളേജ് വേണം. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട്. ദിസ് ഈസ് ദ ഹിൻഡ്രൻസ് ഓഫ് നോളേജ്. ഇത് എന്തിൻ്റെ തടസ്സമാണ്? നോളേജിൻ്റെ തടസ്സമാണ് ഇത്. ദിസ് ഹിൻഡ്രൻസ് ഈസ് എലിമിനേറ്റഡ് ത്രൂ അഡ്വർടൈസിങ്. അപ്പം ഈ തടസ്സം എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുന്നത്? അഡ്വർടൈസിങ് മുഖേനയാണ് നോളേജ് എന്ന് പറയുന്ന ഹിൻഡ്രൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. ത്രൂ അഡ്വർടൈസ്മെൻറ്റ് പ്രൊഡ്യൂസേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ഓൾ ഇൻഫോർമേഷൻ അബൌട്ട് ദെയർ ഗുഡ്സ് ടു ദ പ്രൊസ്പെക്റ്റീവ് കൺസ്യൂമേഴ്സ് ആൻഡ് ക്രിയേറ്റ് ഇൻ ദം എ സ്ട്രോങ് ഡിസയർ ടു ബൈ ദ പ്രൊഡക്റ്റ്. ഈ അഡ്വർടൈസ്മെൻറ്റ് വഴി നമ്മുടെ ഈ ബിസിനസ്സുകാരെന്ത് ചെയ്യും? ആ ഗുഡ്സിനെ പറ്റിയിട്ട് എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യും, എല്ലാ ഇൻഫോർമേഷനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നിട്ട് ഈ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ള ഡിസയർ തോന്നിപ്പിക്കും വിധം ബിസിനസ്സുകാർ അഡ്വർടൈസ്മെൻറ്റ് നൽകും.
Thus, advertising facilitates the flow of goods between producers and consumers by bringing the knowledge about the products to the consumers. അപ്പോൾ അഡ്വർടൈസിങ് എന്താണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? പ്രൊഡ്യൂസേഴ്സിൽ നിന്നും കൺസ്യൂമേഴ്സിലേക്ക് ഗുഡ്സ് നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ട്സിനെ പറ്റിയിട്ട് നല്ല ഒരു നോളേജ് കൺസ്യൂമേഴ്സിലേക്ക് നൽകും. അഡ്വർടൈസിങ് ഈസ് ഡൺ ത്രൂ TV, റേഡിയോ, ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, ഹോർഡിങ്സ്, വാൾ പോസ്റ്റേഴ്സ് എക്സെട്ര. അഡ്വർടൈസിങ് ഏതൊക്കെ രീതികളിലൂടെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ TV-യിൽ പരസ്യം കൊടുക്കുന്നു, റേഡിയോയിൽ പറയുന്നു, പത്രങ്ങളിലും മാഗസീനിലും ഒക്കെ ഇതുപോലെ പരസ്യം നൽകിയിട്ടാണ് ഇതുപോലെയുള്ള പ്രൊഡക്റ്റൊക്കെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് അടുത്ത ഹിൻഡ്രൻസ് എയ്ഡ്സ് ടു ട്രേഡിലേക്ക് പോകാം. അടുത്ത എയ്ഡ്സ് ടു ട്രേഡാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കിങ് ഫെസിലിറ്റേറ്റ്സ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ബൈ റിമൂവിങ് ദ ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് ആൻഡ് ക്രെഡിറ്റ്. ബാങ്കിങ് എങ്ങനെയാണ് ഗുഡ്സിനെ ഫ്ലോ ചെയ്യാൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സാമ്പത്തികം എന്ന് പറയുന്ന ഒരു തടസ്സം അത് നീക്കം ചെയ്യാനായിട്ട് ബാങ്കിങ് സഹായിക്കുന്നുണ്ട്. നൗഎഡേയ്സ് വി കനോട്ട് തിങ്ക് ഓഫ് ബിസിനസ് വിത്തൗട്ട് ബാങ്ക്സ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബാങ്കുകളില്ലാതെ ബിസിനസ് നീക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ടു സ്റ്റാർട്ട് ദ ബിസിനസ് ഓർ ടു റൺ ഇറ്റ് സ്മൂത്ത്ലി വി റിക്വയർ മണി. ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പണം ആവശ്യമുണ്ട്, അല്ലേ? ബാങ്ക് സപ്ലൈ മണി. ബാങ്ക് എന്ത് ചെയ്യും? പൈസ നമുക്ക് സപ്ലൈ ചെയ്യും. ബ്ലാങ്ക് അല്ല കേട്ടോ, ബാങ്കാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. A bank is an organization which accepts deposits of money from the public, withdrawal on demand or otherwise, and lends the same to those who need it. ഇത് ബ്ലാങ്ക് അല്ല കേട്ടോ, ബാങ്ക് എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. നോക്കട്ടെ മാറ്റാൻ പറ്റുമെന്ന്. ഓക്കെ, ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ്. അവിടെ പബ്ലിക്കിൽ നിന്നും മണി അക്സെപ്റ്റ് ചെയ്തിട്ട് ഇത് ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് ആവശ്യക്കാർക്ക് മണി ഇതുപോലെ ആൾക്കാർ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവരെപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത് അവർക്ക് അന്നേരപ്പം തന്നെ പൈസ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അവർ ഇതേ എമൗണ്ട് തന്നെ ആവശ്യത്തിന് ഇപ്പം പൈസയ്ക്ക് ആവശ്യമുള്ളവർക്ക് അവരിത് ലെൻഡ് ചെയ്യും, ഈ എമൗണ്ട് തന്നെ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ്. അവർ പബ്ലിക്കിൽ നിന്ന് മണി അക്സെപ്റ്റ് ചെയ്യും, ഡെപ്പോസിറ്റ് ആക്കിയിടും. എന്നിട്ട് അവരുടെ ഡിമാൻഡിൽ തന്നെ അവർ ആവശ്യപ്പെടുന്ന സമയത്തിന് ആ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെയും പൈസയ്ക്ക് ആവശ്യമുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ ചോദിക്കുമ്പം അവർക്കും ബാങ്ക് പൈസ കടമായിട്ടൊക്കെ നൽകും. ബാങ്ക് ഓൾസോ പ്രൊവൈഡ് മെനി സർവീസസ് റിക്വയർഡ് ഫോർ ദ ബിസിനസ് ആക്ടിവിറ്റി. ബിസിനസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ബാങ്ക് ഇത് കൂടാതെ പല സർവീസസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം ഇത്രയുമാണ് എയ്ഡ്സ് ടു ട്രേഡ്. നമുക്ക് 5 കാറ്റഗറിയാണുള്ളത് എയ്ഡ്സ് ടു ട്രേഡിൽ. ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിങ്, ഇൻഷുറൻസ്, അഡ്വർടൈസിങ്, ബാങ്കിങ്. ഈ 5 കാറ്റഗറീസാണ് ഉള്ളത്. ഈ 5 നമ്മുടെ എയ്ഡ്സ് ടു ട്രേഡ്. അപ്പം ഓരോന്നും എന്തൊക്കെ ഹിൻഡ്രൻസസ് ആണ് എലിമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സിംപ്ലിഫൈ ആയിട്ട് പറഞ്ഞു തരണം, മനസ്സിലാകാഴിക എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക കേട്ടോ. താങ്ക് യു.